ഹലോ ഗൈസ്, മൺഡേ ടു ഫ്രൈഡേ ഇങ്ങനെ പണിയെടുത്തിട്ട് ഫ്രൈഡേ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു സാച്ചുറേഷൻ പ്ലസ് മടി എന്നൊരു ഇമോഷൻ വരാറുണ്ടോ? ഞാനിപ്പോൾ അതും എക്സൈറ്റ്മെൻറ്റും കൂടെ ചേർന്ന ഒരു മിക്സഡ് ഇമോഷനിലാണ്. എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അപ്പുടുവിനെ ഇന്ന് കാണാം. അപ്പുടു ആരാന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ്റെ ഇളയപുത്രനാണ് കേട്ടോ. അപ്പോൾ ലാപ്ടോപ്പിലെ പണിയൊക്കെ തീർത്തൊന്ന് എണീറ്റപ്പോഴാണ് നമ്മുടെ വീട് കിടക്കുന്ന ഒരു കോലം ഞാൻ അങ്ങോട്ട് കാണുന്നത്. കിച്ചസിൻ്റെ കൂട്ടുകാരും കൂടെ ചേർത്തിട്ട് ആക്കിയിട്ട് പോയൊരു കോലാണ് ഈ കാണുന്നത്. വിശ്രമ വേളകളൊക്കെ ഒന്ന് ആനന്ദകരമാക്കണമെങ്കിൽ ഒരു കല്യാണം അങ്ങോട്ട് കഴിക്കുക, പിന്നെ അങ്ങോട്ട് കുട്ടികളെ ഉണ്ടാക്കുക. കിച്ചൂസിന് ഒരു 2.5 വയസ്സുള്ളപ്പോൾ വന്നു കൂടിയൊരു ഡോളാണിത്. അവളുടെ അപ്പ വാങ്ങിക്കൊടുത്തത് കേട്ടോ. ഓൾ ടൈം ഫേവറേറ്റ് ഡോൾ എന്നൊക്കെ വേണേൽ പറയാം. പേരിട്ടിരിക്കുന്നത് കുഞ്ഞാറ്റി എന്നാണ് കേട്ടോ. കടയിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ കടയിലെ ചേട്ടൻ ഭംഗിയായിട്ട് കൊടുത്ത് ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ, ഞങ്ങൾ തന്നെ എണീറ്റ് അവരവരുടെ സ്ഥലങ്ങളിൽ പോയി ഇരിക്കണമെന്നായിരിക്കും മൊട്ടയും പോലൊക്കെ ചിന്തിക്കുന്നത്. വെളിയിൽ നല്ല കാറ്റും വെയിലൊക്കെ കൊണ്ടു കിടന്നിരുന്ന ഒരു ലോഡ് തുണികളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടത്തോടെ തള്ളിയിട്ടുണ്ട്. ഇതിന്റെ നിലവിളി ഇനി ആര് കേൾക്കാനാണാവോ? അല്ല, ഇതൊക്കെ ചെയ്യാൻ ഈ വീട്ടില് 2 കൈകളേ ഉള്ളൂ എന്നാണോ? അല്ല, 4 കൈകളുണ്ട്. അല്ല, 2 കൈകൾ ഇപ്പോ ഓഫീസിൽ പോയിക്കാണ്. തിരിച്ചു വന്നിട്ട് ഈ പണികളൊക്കെ കുറച്ച് ഏൽപ്പിക്കണം. ഓരോ തവണ ഫ്രീസർ തുറക്കുമ്പോഴും എന്നെ എപ്പോഴാന്ന് പരിഗണിക്കണേന്ന് ചോദിച്ചിട്ട് കരയണ പനീർ ക്യൂബ്സ് ഇതേ കുറച്ച് നാളായിട്ട് ഇവിടെ ഇരിക്കുന്നു. നാളെ തന്നെ നമുക്ക് ചട്ടിയിലാക്കാന്നേ. അപ്പൊ ഇനി അടുത്ത കലാപരിപാടി എന്താന്ന് വെച്ചാല്, നമ്മൾ ആരും ഉപയോഗിക്കാത്ത ഒരു ബെഡ്റൂം ഉണ്ട് ഇവിടെ. ആകെ 2 ബെഡ്റൂമേ ഉള്ളൂ. അതിലൊരു ബെഡ്റൂം നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റോർ റൂം പോലെയാണ് ഉപയോഗിക്കുന്നത്. ഈ തുണികളൊക്കെ കൊണ്ട് തള്ളാനും പിന്നെ അയൺ ചെയ്യാനും പിന്നെ അത്യാവശ്യം ഓഫീസ് വർക്കൊക്കെ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഈ റൂം യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ എന്തായാലും ഇന്ന് ചേട്ടനും ഫാമിലി വരുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഇവിടെ കിടക്കാൻ പറ്റും. അപ്പൊ ഒന്ന് വൃത്തിയാക്കി എടുക്കണമല്ലോ. അപ്പൊ ഇനി വേഗം ഒന്ന് ഓടിച്ചെന്ന് പുറം ലോകമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. രാവിലെ തൊട്ടേ ഒരു ഇരിപ്പല്ലേ. ഞാനും എന്റെ കെട്ടിയനും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചായ കുടിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ വന്നാല് ഭയങ്കര വിശാലതയല്ലേ. നോക്ക്. അപ്പോൾ ഞാൻ പോയി വേഗം ഒരു കുളി അങ്ങോട്ട് പാസ്സാക്കട്ടെ. അപ്പോഴേക്കും ചേട്ടനും ഫാമിലിയൊക്കെ ഇങ്ങോട്ട് എത്തും. പിന്നെ നാളെ അവരൊരു റിസോർട്ടിൽ 1 നൈറ്റ് സ്റ്റേ എടുക്കാനാണ് പ്ലാൻ. കാരണം കുട്ടികൾ ഇങ്ങനെ പൂളിൽ കളിക്കണം എന്നുള്ളൊരു വെമ്പൽ കൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് എന്നെയും കൂടെ കൂട്ടാനാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അപ്പുടു. അവന് നവംബർ ആകുമ്പോഴത്തേക്കും 3 വയസ്സാവും. പിന്നെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ കോക്ടെയിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു പുറപ്പാടിലാണ് എന്റെ ചേട്ടൻസ്. ചേട്ടൻ എന്ന് പറഞ്ഞാല് ഞാൻ കുട്ടാന്നാ വിളിക്കുന്ന കേട്ടോ. കുഞ്ഞുനാളിലെ ആ കുട്ടാവിളി മാറ്റി എന്നെ കൊണ്ട് ചേട്ടാന്ന് വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ ഇടി എനിക്ക് ഈ കുട്ടൻ തന്നിട്ടുണ്ട്. പക്ഷെ ഓരോ ഇടി കൊള്ളുമ്പോഴും ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, ഇനി എന്തൊക്കെ വന്നാലും ഇവനെ ഞാൻ ചേട്ടാന്ന് വിളിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇതല്ല അടിക്കാൻ പഠിപ്പിച്ചത് കണ്ടുപിടിച്ച എവിടുന്നു ക്ലാപ്പ് ചെയ്യുന്നത് ഇലയൊക്കെ ഒന്ന് ഹാപ്പി ആവാൻ.
കിച്ചൂസ് വിചാരിക്കുന്നുണ്ടാവും ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു പേഷനെ. ലിക്കർ ഇളക്കാൻ വേണ്ടി പുള്ളിയോട് 30 ml മെഷറിംഗ് ക്യാപ്പ് വെച്ചപ്പോ കിച്ചൂസിന്റെ മരുന്ന് ഇളക്കുന്ന 10 ml ക്യാപ്പാണ് ഞാൻ കൊണ്ടേ കൊടുത്തത്. പിന്നെ എന്റെയും കുട്ടന്റെയും ഒരേ അപ്പനായതുകൊണ്ടാവും അപ്പന് വിളി കേട്ടില്ല. പിന്നെ ഇതിനകത്തിടാനുള്ള പുതിനയില തന്ന് സഹായിച്ച എന്റെ ഫ്രണ്ട് മനുജനെ ഞാൻ ഈ ഒരു വേളയിൽ സ്നേഹത്തോടെ സ്മരിക്കുന്നു. താങ്ക്സ് ടു മനുജ. ആക്രാന്തം കാരണം ഗ്ലാസ് പുറത്ത് സ്റ്റിക്കർ ഇളക്കാനുള്ള സമയം കിട്ടില്ല ഗൈസ്. തൽക്കാലം ക്ഷമിച്ചേരെ, അടുത്ത തവണ നമുക്ക് പരിഹരിക്കാട്ടോ. അപ്പോ ഞങ്ങളുടെ കയ്യിൽ കോക്ടെയിലും അപ്പുടിന്റെ കയ്യിൽ മിൽക്ക് ടെയിലും ആയിട്ട് തൽക്കാലം ഈ ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വ്ളോഗുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാമേ.